പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ 30 വർഷമായി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാന്തപുരം നമ്മളൊക്കെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പുകളിൽ, പൊതുപ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സുന്നി പത്രങ്ങളിൽ, വാരികകളിൽ, മാസികകളിൽ ലീഗിനെ പരോക്ഷമായി വിമർശിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ നിലമ്പൂരിൽ ഞാൻ എന്റെ ചെവി കൊണ്ട് ചെറുപ്പത്തിൽ കേട്ടതാ, കാന്തപുരം പ്രസംഗിച്ചതാണ്, ലീഗ് പഴച്ച പാർട്ടിയാണ്. എന്നിട്ടൊരു 10 സെക്കൻഡ് ഞാൻ നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ യൂണിയൻ ലീഗല്ല ഉദ്ദേശിച്ചത്, തെബ് ലീഗാണ്. ഇങ്ങനെ ഉള്ളുകൂടെ കുത്തി നോവിക്കുക. ഈ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിലെ തിരിച്ചുവിടുന്നതിൽ വൈകാരികത അനുഭവപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ പൊളിച്ചെഴുതാൻ ഞാനൊക്കെ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. എന്തായിരുന്നാലും കാന്തപുരം സമസ്തയെ വിഴുങ്ങി ലീഗ് വിരുദ്ധ ടീമാക്കി മാറ്റുന്നതിനെതിരെ പോരാട്ടത്തിൽ നല്ലൊരു പങ്ക്, നേതൃപരമായ പങ്ക് ഞാൻ വഹിച്ചിട്ടുള്ളത് ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ SKSൽ പ്രഥമ ജനറൽ സെക്രട്ടറി ആയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ സംഘടനയുടെ ലീഡർഷിപ്പ് ഉണ്ട്, SKSലുണ്ട്, പിന്നെ SYSലുണ്ട്. എന്റെ ചരിത്രത്തിൽ ഓരോരോ ദുരനുഭവം ഞാൻ പറയാം. അങ്ങനെ ഇത് പൊളിച്ചെഴുതി തീർച്ചയായും നമ്മൾ ഒരു നല്ല ലൈനിലേക്ക് മുസ്ലിം സമുദായത്തെ, സമസ്ത കേരള ജമീയത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ കാന്തപുരത്തെ വേർതിരിച്ച് ഒരു നല്ല നിലയിൽ മുന്നോട്ട് പോയി ലീഗിനെ വെറുതെ എതിർക്കാത്തൊരു പാർട്ടിയായി നല്ല സഹകരണത്തിൽ പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അതിന് ഒരുപാട് ത്യാഗം സമസ്ത അതിന്റെ ഘടകവും സഹിച്ചിട്ടുണ്ട്. ഒരുപാട് അടി, പിടി, പള്ളി പൂട്ടൽ, മദ്രസ പൂട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ടും അവസാന ഘട്ടത്തിൽ ചരിത്രമറിയാത്ത മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ ഈ സമസ്ത കഠിനമായി എതിർക്കുന്ന കാന്തപുരവുമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാനും നീക്കുപോക്ക് ഉണ്ടാക്കാനും അദ്ദേഹത്തെ സഹായിക്കാനും സമസ്തയെ അവഗണിക്കാനും തുടങ്ങുന്ന പശ്ചാത്തലങ്ങൾ വന്നു. അത്തരം ഘട്ടങ്ങളിൽ അത് സംഘടന ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മുൻനിരയിൽ ഞാനുണ്ടായിരുന്നു. ഇതാണ് എനിക്കെതിരെ ഒരു ചാർജ് ഷീറ്റായി പറയാനുണ്ടാകുക. അത് ഞാൻ ആത്മാർത്ഥമായി ചെയ്തതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാന്തപുരത്തെ സൈഡാക്കാൻ നോക്കിയ ഒരു കാര്യമാണ് കാന്തപുരത്തിലെ വ്യാജമുടി. എല്ലാവർക്കും അവർക്കും നമുക്കൊരു വ്യാജാണ്. ആ മുടിപ്പള്ളിയും അതിന്റെ ചുറ്റുള്ള കോംപ്ലക്സിന് നമ്മുടെ UDF മന്ത്രിസഭയിലെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരുമിച്ച് അത് ശിലാസ്ഥാപനം നടത്താൻ പോയി എന്ന് മാത്രമല്ല, നമ്മുടെ മന്ത്രി 20 കോടിന്റെ റോഡ് അതിലേക്ക് അനുവദിച്ചു, പ്രഖ്യാപിച്ചു. ഇതിനെ നമുക്ക് വൈകാരികത അനുഭവപ്പെടില്ല. നമ്മളൊരു ഭാഗം ടച്ച് കെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ദുശക്തികളെ അപ്പുറത്ത് സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ ടീം പോയിട്ട് നമ്മുടെ പ്രിയങ്കനായ കുഞ്ഞാൽ സാഹിബിനോട് പറഞ്ഞു, സാഹിബ് ദയവ് ചെയ്ത് നമ്മൾ മൊത്തം ഇതിന് ഇത്ര ശക്തമായി എതിരാണ്, വികാരം എതിരാ, അവരുടെ പരിപാടിക്ക് ആ ശിലാസ്ഥാപനം നിങ്ങൾ പോകരുത്. അത് ഈ മുഖ്യമന്ത്രിയെ സംഘടിപ്പിച്ചു കൊടുക്കാൻ ഞാൻ വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് പ്രയാസമുണ്ട്. പങ്കെടുത്തു. എന്നിട്ട് ഈ എതിർപ്പൊന്നും എന്റെ സ്വന്തം എതിർപ്പല്ല. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വീട്ടിലാണ് SY സംസ്ഥാന സെക്രട്ടറി ചേർന്നത്. അതിൽ എല്ലാവരും ഈ വിഷയം ഗൗരവമായി ഉണർത്തി. അവസാനം അവിടെ വെച്ച് പ്രമേയം അംഗീകരിച്ചു. പ്രമേയം അംഗീകരിച്ചപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. കാരണം ആ പോയത് ശരിയായില്ല, അതിനെ അപലപിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ തന്നെ എഴുതി, ഇങ്ങനെ തങ്ങളെ മുന്നിൽ നിന്ന് എഴുതുകയാണ്. പിന്നെ പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അവർക്ക് 20 കോടി രൂപയുടെ പാലം അനുവദിച്ചതും റോഡ് അനുവദിച്ചതും അപലപനീയമാണ് എന്ന് ചൂണ്ടിക്കെഴുതുമ്പോൾ വന്യരായ തങ്ങളാ പറഞ്ഞത് ആ മന്ത്രിയുടെ പേരുടെ എഴുതിക്കളി. തങ്ങൾ വികാരാധീനനാണ്. ഈ നിലയിൽ ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞതാണ്. കാന്തപുരത്തിന് എതിർക്കാൻ വേണ്ടിയാണ് സമസ്ത ഈ കഷ്ടപ്പാടൊക്കെ ചെയ്ത് സമസ്തനെ പിളർത്തിയത്, അങ്ങനെ പറയാം. അങ്ങനത്തെ സമസ്തയോട് നേരെ അതിന്റെ പ്രതിയോഗികളുമായി രാജിയാവുകയും പലയിടങ്ങളിലും സമസ്തക്ക് ഇതുകൊണ്ട്, കാരണം അവർ സമസ്തന്റെ വിരുദ്ധരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സമസ്തക്കാർ ക്ഷീണം സംഭവിക്കുകയും ചെയ്ത സംഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ഞാൻ സാമ്പിൾ പറഞ്ഞതാണ്. അത്തരം ഘട്ടങ്ങളിൽ കാന്തപുരത്തോടുള്ള ഈ അടുപ്പത്തെ എതിർത്തിട്ടുണ്ട്. അതിന് ഞാൻ മുൻനിരയിൽ നിന്നിട്ടുണ്ട്. രണ്ടാമത്തൊരു ഇനം, അള്ളാഹുവിന്റെ ദീൻ, വിശുദ്ധമായ ശരീഅത്തിനെ മുസ്ലിം ലീഗ് സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോയ സംഘടനയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം അന്ന് ഞാൻ ഓർക്കുകയാണ്, 1955 ഇബ്രാഹിം സുലൈമാൻ സയ്യിദ് സാഹിബും പ്രിയങ്കരനായ ഗുലാം അഹമ്മദ് ബനാത്ത് വാല സാഹിബ്, രണ്ടുപേർക്കും അള്ളാഹ് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അവരെ പോരാട്ടാണ് ഇന്ത്യയിൽ ശരീഅത്ത് സംരക്ഷിച്ചത്. ചെറിയൊരു ഇഷ്യൂ, മുത്തലാഖ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇഷ്യൂ ആണ്. വിവാഹമോചിതയായ സ്ത്രീക്ക് കല്യാണം കഴിക്കാതെ ചെലവിന് കൊടുക്കണം, കോടതി വിധി.
ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി സമരം ചെയ്തു. ആ സമര വിജയിക്കും നിർണായകമായ പങ്ക് മുസ്ലിം ലീഗ് വഹിച്ചിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി അതിനൊപ്പം നിന്നു. പക്ഷെ ഇപ്പൊ മുസ്ലിം ലീഗിലെ ചില യുവ നേതാക്കൾ ശരീഅത്ത് വിഷയങ്ങൾ നമ്മളൊരു ഭാഗത്ത് ശരീഅത്ത് സംരക്ഷിക്കാൻ പോരാട്ടം നടത്തുമ്പോൾ അത്തരം ശരീഅത്ത് നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അത് അശാസ്ത്രീയമാണ്, അത് ഭേദഗതി ചെയ്യണമെന്ന് ശരിക്കു പറഞ്ഞാൽ CPM-ലെ ആളുകളെ പോലെ അതുപോലെ ഇസ്ലാമിക വിരുദ്ധ ആളുകളെ പോലെ പരസ്യമായി അഭിപ്രായം പ്രകടിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിൽ എഴുതുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം, പർദ്ദയെ എതിർക്കുന്ന സ്വഭാവം, മുത്തലാഖിനെ എതിർക്കുന്ന സ്വഭാവം, അതുപോലെ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞ ആരെയും പ്രയാസപ്പെടുത്തില്ല, പറഞ്ഞ ആളുകൾക്ക് പ്രയാസം, നിലവിളക്കിനെ അനുവദിക്കുന്ന അവസ്ഥാവിശേഷം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശരീഅത്തിനെതിരായ കാര്യങ്ങൾ മുസ്ലിം ലീഗിലുള്ള ആളുകളാണെങ്കിലും എതിർക്കുന്ന ഘട്ടത്തിൽ ശരീഅത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. മൂന്നാമത്തെ ഒരു വിഷയം, മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ അതിൽ സുന്നി മുജാഹിദിനുള്ള ഒരു മിതാവസ്ഥ പാലിക്കുന്ന സാമാന്യമായ രീതിയാണ്. കാരണം ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സുന്നിയാണ്. പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കലും മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് മെമ്പർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരിക്കലും മുജാഹിദിന്റെ ആശയ പച്ചയായി എതിർത്തുകൊണ്ട് മുജാഹിദുകളെ വഴിതെറ്റിയവരും വിദാറ്റുകാരുമായി നരകക്കാരുമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രസംഗിക്കാറില്ല, എഴുതാറില്ല. കാരണം അതാണല്ലോ ഒരു മുസ്ലിം ലീഗിന് ഒരു നല്ല നിലപാട്. ഇവരൊക്കെ കൂട്ടിയണി കൊണ്ടുപോകണ്ടേ. പൂർവ്വകാല മുസ്ലിങ്ങൾ ലീഗിന്റെ നേതാക്കളും അങ്ങനെ തന്നെ. ഇപ്പൊ E.T. മുഹമ്മദ് ബഷീർ സാഹിബ്, അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് കേട്ടുകേൾവി ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസംഗം രൂക്ഷമായി സുന്നികളെ വിമർശിക്കുന്നുണ്ട്. ഷിർക്ക് പ്രചരിപ്പിക്കാണ്, ഷിർക്കിന് വേണ്ടി സ്റ്റേജിൽ നിന്ന് പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്യാണ്, നിങ്ങൾക്ക് അള്ളാഹുവിന് പേടില്ല, എന്ത് ലാഭം നിങ്ങൾ കിട്ടാൻ പോണത് എന്ന് പറഞ്ഞിട്ട് E.T. മുഹമ്മദ് ബഷീർ മുജാഹിദ് മൗലവി പ്രസംഗിക്കാൻ രൂക്ഷമായി പ്രസംഗിക്കുന്നത്. എന്നിട്ട് വിഷയമായിട്ട് പാണക്കാട് തങ്ങളെ മുമ്പ് വെച്ച് ലീഗിന്റെ സുന്നി നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് പാണക്കാട്ടിൽ നിന്ന് വിളിക്കാണ് കോട്ടമല ബാപ്പുസ്കാർ E.T. ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. E.T. പറയും ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയതാണ്, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഇനിമേൽ ശ്രദ്ധിക്കാം. അതേ E.T. വീണ്ടും മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് പ്രചാരകനായി സ്പെഷ്യൽ വീഡിയോ ഇറക്കുകയാണ്. ആ വീഡിയോയിൽ തൗഹീദ് യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ചത് അവരാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ സുന്നികൾ ശിർക്ക് പ്രചരിപ്പിച്ച ആളുകൾ അതന്നെ അതിന്റെ റിപ്പീറ്റ് തനി ആവർത്തനം. ആളുകൾ പ്രകോപിതരാവില്ലേ നമ്മുടെ നേതാക്കന്മാര്. ഇതൊരു അമീദ് ഫൈസിന്റെ അല്ലെങ്കിൽ നാസർ ഫൈസിന്റെ മുസ്തഫ മുണ്ടുവാറിന്റെ ഓണംപള്ളിന്റെ സത്താറിന്റെ നിലപാടല്ല. ഇത് തിരുവനന്തപുരത്ത് അന്ന് വിദ്യാഭ്യാസമുള്ള മീറ്റിംഗ് ഉണ്ട്. മഹാനായ സമസ്ത കേരള ജമ്മിയുടെ സീനിയർ ഉപാധ്യക്ഷൻ MT ഉസ്താദ് ഉൾപ്പെടെ എല്ലാ ലീഡേഴ്സും ഉണ്ട്. ഒരൊറ്റ വികാരാണ് ഈ വീഡിയോ കേട്ടപ്പോ, എന്തിനാണ് E.T. മുജാഹിദ് സമ്മേളനത്തിന് പോയിക്കോട്ടെ, മാന്യമായി പ്രസംഗിച്ചോട്ടെ, സോവനിൽ ലേഖനം എഴുതിക്കോട്ടെ, ഇതൊന്നും ഇതിന്റെ പ്രചരണം ഇവരെല്ലാം നടത്തണ്ടേ. പിന്നെ എല്ലാവരും വികാരാധീനായി ഇതിനെ പരസ്യമായി വീണ്ടും രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു. ശരിക്ക് MT ഉസ്താദ് ജിഫ്രി തങ്ങൾ അവരൊന്നും ഈ സ്റ്റേറ്റ്മെന്റിൽ വേണ്ടാന്ന് അവിടെ കൂടിയാലോചിച്ച് തീരുമാനിച്ചാണ്. അവർ വികാരാധീനല്ലാത്തതുകൊണ്ടല്ല. കാരണം അവരും കൂടി ഈ സ്റ്റേറ്റ്മെന്റിൽ വേണ്ട, അവർ വേണ്ടി വന്നാൽ തീരുമാനമൊക്കെ എടുക്കേണ്ട ആളുകൾ നേതൃസ്ഥാനത്ത് അവിടെ നിൽക്കട്ടെ അത് മാറ്റി നിർത്തിയതാണ്. അതും ഞങ്ങൾ 1-2 ആളുകളുണ്ടാക്കി കുത്തിരിപ്പായി പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഇങ്ങനെ 2-3 വിഷയങ്ങൾ, കാന്തപുരം ഇഷ്യൂവുമായി ബന്ധപ്പെട്ട വിഷയം, ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയം, ആദർശ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയം, ഇത്തരമൊക്കെ വിഷയങ്ങൾ ഞാൻ സുന്നത്തമായ സത്യം വിശ്വസിക്കുന്ന ആളാണ്. എന്റെ ഉറച്ച വിശ്വാസമാണ്. എനിക്ക് ഞാൻ പഠിച്ചു ബോധ്യപ്പെട്ടത്, ഞാൻ പൂർവികമായി കേട്ടുകളിന്റെ അടിസ്ഥാനത്തിലല്ല. മറിച്ചുള്ള വിശ്വാസങ്ങൾ അപകടകരം, നമ്മൾ നരകത്ത് കത്തിക്കും. അതിനൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത സമയം ശരീഅത്ത് അള്ളാന്റെ ദീനിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സമസ്ത കേരള ജമ്മികൾ പ്രതിയോഗങ്ങളുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റില്ല. സമസ്ത കേരള ജമ്മികൾ നിലനിൽക്കണമെങ്കിൽ യഥാർത്ഥ ദീൻ നിലനിൽക്കും വിശ്വസിക്കുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു. മറിച്ച് എനിക്കെതിരെ ഇതുപോലെ ദുഷ്പ്രചരണം നടത്തിയോണ്ട് ഇല്ലാത്ത കാര്യം പ്രചരണം നടത്തിയോണ്ടാണ് പാണക്കാട് തങ്ങൾ എനിക്കത് തീരുമാനമെടുത്തത്. തൊട്ട് പിറ്റേന്ന് തങ്ങളെ പിൻവലിച്ചല്ലോ. തങ്ങൾക്ക് തെറ്റായ ഇൻഫർമേഷൻ കിട്ടി, തങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇതല്ലേ വസ്തുത, ഇതെല്ലാവർക്കും അറിയുന്ന വസ്തുതല്ലേ. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ പ്രചരണം ഇല്ലാത്ത കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു അന്വേഷണം നടത്തിക്കൂടെ? എനിക്ക് വളരെ പ്രയാസം തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട നമ്മൾ UAE KMCCയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെയാണ് എന്നെ ഇതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ കണ്ട ഈ യാഥാർത്ഥ്യവുമായി അള്ളാന്റെ ദീനിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് വേണ്ടി ഞാൻ ഇൻഷാ അല്ലാഹ് എനിക്ക് അള്ളാഹു ആയുസ് തന്നാൽ ദീർഘകാലം മുന്നോട്ട് പോകും. അതൊരു കോംപ്രമൈസും ആരോടുമില്ല. ആരിഷ്ടപ്പെട്ടാലും ശരി, ആര് വെറുത്താലും ശരി, അതിന്റെ കിട്ടുന്ന ഇഷ്ടം എനിക്ക് മതി. അതിന്റെ വേണ്ട വെറുപ്പ് ഞാൻ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഞാൻ സന്നദ്ധന. ഈ വിഷയം നീ എന്റെ ബന്ധപ്പെട്ട ആളോട് അറിയിച്ചല്ല. ഇൻഷാ അല്ലാഹ് ഇനി എന്തെങ്കിലും ഞാൻ പറയുന്നതിന് ഇതിനെതിരായിട്ട് എന്തെങ്കിലും തെളിവിന്റെ ശകരം ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഇലക്ഷൻ, വേഗര വേണ്ട, ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ
പിന്നെ ഞാൻ അങ്ങനെ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണക്കണമെന്ന് ആഹ്വാനം ചെയ്തു, തെളിവിന്റെ ഒരു ശകലം ഉണ്ടെങ്കിൽ കൊണ്ടുവരാനും പറയാം. ഓക്കെ എന്നാ, എനിക്ക് നീ ചോദിച്ചപ്പോ ഞാൻ ചില വോയിസുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയോണ്ട് പറഞ്ഞതാണ്. ജസാക്കുമുല്ലാഹ് ഖൈറ. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹിന്റെ ദീനിനും സുന്നത്ത് ജമാഅത്തിനു വേണ്ടി ദീർഘകാലം പ്രവർത്തിക്കാൻ, ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്സത്തിന് വേണ്ടി, മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.